കർത്താവിൽ ബഹുമാനരായ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയും ചരിത്രപരമായിരുന്ന ഒരു വസ്തുതയിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ലോകത്തിന്റെ രക്ഷിതാവായി 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദയിലെ ബേത്ലഹേമിൽ ഒരു പുൽത്തൊഴുത്തിൽ ഭൂജാതനായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രം കേവലം കെട്ടുകഥയാണെന്നും അത് ചരിത്രത്തിന് നിരക്കാത്ത യാഥാർത്ഥ്യങ്ങളല്ലാത്ത കഥകളാണെന്നും പ്രചരിപ്പിച്ചു വന്ന ധാരാളം ആളുകൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരെയുമുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളുമായ ആളുകൾ അപ്രകാരം യേശുക്രിസ്തുവിന്റെ ചരിത്ര സാധുതയെ ചോദ്യം ചെയ്യുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു. ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും മറ്റ് ഇതര മതങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുമ്പാകെ കർത്താവായ യേശുക്രിസ്തുവും വിശ്വചരിത്രത്തിലെ മാറ്റമില്ലാത്ത ഒരു ചരിത്ര പുരുഷനാണ് എന്ന് സ്ഥാപിക്കുവാൻ മതിയായ ചരിത്ര രേഖകളും ന്യായങ്ങളും ചരിത്രത്തിലുണ്ട്. പല ആളുകളും പറയുന്ന ഒരാക്ഷേപമുണ്ട്, യേശുക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുന്ന പരാമർശം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്ന 4 സുവിശേഷകന്മാർ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവർ എഴുതിയ ചരിത്രരേഖകളല്ലാതെ വേദപുസ്തകത്തിന്റെ വെളിയിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ചരിത്രരേഖകൾ അപര്യാപ്തമാണെന്നാണ് അവർ സാധാരണയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ബന്ധത്തിൽ യേശുക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് സ്ഥാപിക്കുന്നതും വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിയിൽ രേഖപ്പെടുത്തപ്പെട്ടതുമായിട്ടുള്ള വളരെ വിലപ്പെട്ട ഒരു ചരിത്രരേഖ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ ചരിത്ര സംക്ഷിപ്തം രേഖയാക്കിയ പ്രസിദ്ധനായിരുന്ന യഹൂദ ചരിത്രകാരൻ ഫ്ലേവിയസ് ജോസീഫസിന്റെ ചരിത്രത്തിലെ രേഖകളാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം AD 37 യഹൂദയായിലെ യെരുശലേമിൽ ജനിച്ച ഒരു യഹൂദനായിരുന്നു ഈ പറയപ്പെട്ട ഫ്ലേവിയസ് ജോസീഫസ്. ജോസേഫ് ബാർ മത്താത്യാഹു എന്ന അരാമ്യ ഭാഷയിലും എബ്രായ ഭാഷയിൽ ബെൻ മത്താത്യാസ് എന്നും പേരുണ്ടായിരുന്ന ഈ എബ്രായ ബാലൻ അദ്ദേഹം AD 66 ഗലീലിയ പ്രവിശ്യയിലെ യഹൂദ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി അവരോധിക്കപ്പെട്ടു. അങ്ങനെ അവർ ഇസ്രായേലിയർ, അതായത് യഹൂദന്മാർ റോമാക്കാർക്കെതിരെ ഉള്ള യുദ്ധം ചെയ്യുമ്പോൾ റോമൻ സൈന്യത്തിന് അടിയറവ് പറയേണ്ടി വന്ന ഈ ജോസീഫസ് പിന്നീട് റോമൻ സൈന്യത്തിന്റെ വളരെ പ്രശസ്തമായ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറ്റപ്പെട്ടു. വെസ്പേഷ്യൻ ചക്രവർത്തിയുടെയും തീത്തോസ് ചക്രവർത്തിയുടെയും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രരേഖകൾ തയ്യാറാക്കുകയും റോമൻ സൈന്യത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്ത ഒരു മിലിറ്ററി ജനറലായിരുന്നു ഇദ്ദേഹം. വെസ്പേഷ്യൻ ഫാമിലിയുമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്ന സദൃഢമായിരുന്ന ബന്ധനിമിത്തം അവരാണ് ഇദ്ദേഹത്തിന് വാസ്തവത്തിൽ ഈ ഫ്ലേവിയസ് ജോസീഫസ് എന്ന പേര് നൽകിയത്. അങ്ങനെ ആ ഫ്ലേവിയസ് ജോസീഫസ് എന്ന പേരുൾക്കൊണ്ട ഇദ്ദേഹം ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ സുഹൃത്തും രക്ഷാധികാരിയുമായിരുന്ന എപ്പഫ്രോദൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രേരണയും താൽപര്യവും അനുസരിച്ചാണ് റോമാ സാമ്രാജ്യത്തിലെ ഗ്രേക്കർക്കു വേണ്ടി യഹൂദന്മാര് അവരാരാണ്, ആരായിരുന്നു, അവരുടെ ചരിത്രം എന്താണ് എന്നുള്ളതിന്റെ ഒരു ചരിത്ര സംക്ഷിപ്തം എഴുതുവാൻ ഇദ്ദേഹം തയ്യാറായത്. ഒരു വസ്തുത മനസ്സിലാക്കണം, ഫ്ലേവിയസ് ജോസീഫസ് ക്രിസ്ത്യാനിയല്ലായിരുന്നു, അദ്ദേഹം യഹൂദനായിരുന്നു. ഈ യഹൂദനായിരുന്നയാള് യഹൂദന്മാരുടെ ചരിത്രം റോമാക്കാർക്ക് വേണ്ടി എഴുതി രേഖപ്പെടുത്തുകയാണ്. വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ ഉറ്റ സുഹൃത്തും സ്നേഹിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ രാജധാനിയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും സ്വാധീനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തുടർന്ന് തീത്തോസ് ചക്രവർത്തിയുടെ കാലത്തും തീത്തോസിന്റെ സഹോദരനായിരുന്ന ഡൊമീഷ്യന്റെ കാലഘട്ടത്തിലും ഏതാണ്ട് AD 100 വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. AD 37 ജനിച്ച ഇദ്ദേഹം AD 100
സ്വാഭാവികമായി മരിച്ച് മാറ്റപ്പെടുന്നത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 63 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകൾ സമർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ജോസീഫസ് യഹൂദന്മാരുടെ ചരിത്രം എഴുതുമ്പോൾ സൃഷ്ടി വൃത്താന്തത്തിൽ തുടങ്ങി അതിങ്ങോട്ട് വന്നിട്ട് വളരെ വിസ്തൃതമായി എഴുതി വരികയാണ്. അങ്ങനെ എഴുതി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചും യെരുശലേം സഭയുടെ അധ്യക്ഷനായിരുന്ന ഗളച്ഛേദം ചെയ്യപ്പെട്ട യാക്കോബിനെ സംബന്ധിച്ചും സ്നാപക യോഹന്നാനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും സ്നാപക യോഹന്നാനെക്കുറിച്ചും യെരുശലേം സഭയുടെ അധ്യക്ഷനായിരുന്ന യാക്കോബിനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുള്ള രേഖകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന രേഖകളോട് ഏതാണ്ട് അധികവും പൊരുത്തപ്പെടുന്ന രേഖകളാണ്. അതിൽ യോഹന്നാനെ സ്നാപകനെ സംബന്ധിച്ചും യാക്കോബിനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുള്ള വിവരണങ്ങൾ വളരെ വ്യക്തമാണ്. അതേക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യാക്കോബും യോഹന്നാൻ സ്നാപകനും കർത്താവായ യേശു ക്രിസ്തുവോട് ബന്ധപ്പെട്ട വ്യക്തികളായതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ ചരിത്രരേഖകൾ വേദപുസ്തകത്തിന്റെ വെളിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അതിഗംഭീരമായതുമായിട്ടുള്ള ഒരു ചരിത്ര രേഖയാണ്. ആ ചരിത്രരേഖ യഹൂദന്മാരുടെ പൗരാണികത്വം എന്ന് പറയുന്ന ഈ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് ഞാൻ ഇവിടെ ഉദ്ധരിച്ച് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫ്ലേവിയസ് ജോസീഫസ് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ദ ജൂബിഷ് ആന്റിക്വിറ്റീസ് എന്ന ഗ്രന്ഥത്തിന്റെ 989 പേജിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കണം. ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, വളരെ വ്യക്തമായി പറയുകയാണ്, മോസ്റ്റ് എക്സ്പ്രോസ്ലി ഹി അക്നോളജസ് ദാറ്റ് ക്രൈസ്റ്റ് വാസ് കിൽഡ് ബൈ ദി ഫാരിസീസ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് മിറാക്കിൾസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധാരാളം അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ തന്നെ പറയുമ്പോൾ ഭൂമിയിലെ സകല വൃക്ഷങ്ങളുടെയും കൊമ്പുകളും സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായും അത് ഉപയോഗിച്ചാലും അത് വിവരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഒരു ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ ആണെങ്കിലും അസംഖ്യം അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട്. ഫ്ലേവിയസ് ജോസഫസ് പറയുകയാണ്, പരീക്ഷന്മാരായ ആളുകൾ, യഹൂദന്മാരുടെയിലെ പരീക്ഷന്മാരായ ആളുകൾ അസൂയാലുക്കളായി യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ തയ്യാറായി. ക്രൈസ്റ്റ് വാസ് കിൽഡ് ബൈ ദി ഫാരിസീസ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് മിറാക്കിൾസ് ആൻഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് ട്രൂലി എ പ്രൊഫറ്റ്. യോഹന്നാൻ സ്നാപകൻ സത്യസന്ധമായും പറഞ്ഞാൽ അദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ആൻഡ് ജെറുസലേം വാസ് ഡിമോളിഷ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദി സ്ലോട്ടർ ഓഫ് ജെയിംസ് ദി അപ്പോസ്റ്റൽ. അപ്പോസ്റ്റലായ യാക്കോബിന്റെ മരണത്തെ തുടർന്ന്, അവനെ ഗളച്ഛേദം ചെയ്തതിനെ തുടർന്ന് യെരുശലേം വളരെ കലുഷിതമായി മാറ്റപ്പെട്ടു. എന്നിട്ട് അതേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, നൗ ഹി റോട്ട് കൺസേണിംഗ് അവർ ലോർഡ് ആഫ്റ്റർ ദിസ് മാനർ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഫ്ലേവിയസ് ജോസീഫസ് എഴുതിയിരിക്കുന്ന ഒരു ഖണ്ഡിക മാത്രമേ ഉള്ളൂ. ആ ഖണ്ഡികയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അറ്റ് ദ സെയിം ടൈം ദർ വാസ് ജീസസ് എ വൈസ് മാൻ. അതാ യോഹന്നാൻ സ്നാപകനെയും യെരുശലേമിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന യാക്കോബിനെയും സംബന്ധിച്ച്, യാക്കോബിന്റെ സ്ലോട്ടറിങ്ങിനെ സംബന്ധിച്ചും യോഹന്നാന്റെ മരണത്തെ സംബന്ധിച്ചും പരാമർശിച്ച ശേഷം രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഫ്ലേവിയസ് ജോസീഫസ് എഴുതുകയാണ്. ക്രൈസ്തവ മതത്തിന്റെ ഭാഗമല്ലാത്ത, ക്രിസ്തുവിന്റെ ശിഷ്യനല്ലാത്ത, ക്രിസ്തീയ വിശ്വാസിയല്ലാത്ത യഹൂദ വിശ്വാസത്തിൽപ്പെട്ട ഫ്ലേവിയസ് ജോസീഫസ് ആണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ചരിത്രരേഖകൾ സംഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നു, അറ്റ് ദ സെയിം ടൈം ദർ വാസ് ജീസസ് എ വൈസ് മാൻ ഇഫ് ഇറ്റ് ബി ലോഫുൾ ടു കോൾ ഹിം എ മാൻ. അതായത് ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് ജ്ഞാനസമ്പൂർണനായ യേശു എന്ന പുരുഷൻ, അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയോ എന്ന് ഞാൻ അതിശയിക്കുന്നു, ന്യായയുക്തമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. ഫോർ ഹി വാസ് എ ഡൂവർ ഓഫ് വണ്ടർഫുൾ വർക്ക്സ്, എ ടീച്ചർ ഓഫ് ദോസ് ഹു വില്ലിംഗ്ലി റിസീവ് ദ ട്രൂത്ത്. അദ്ദേഹം അനേകം അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. സത്യത്തെ സ്വീകരിക്കുന്ന ആളുകളുടെ നല്ലൊരു ഉപദേഷ്ടാവുമായി ഈ യേശു ക്രിസ്തു വർത്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹി ഹാഡ് മെനി ഫോളോവേഴ്സ് ബോത്ത് ഓഫ് ദ ജൂസ് ആൻഡ് ഓഫ് ദ ജെന്റൈൽസ്. യഹൂദന്മാരുടെയും യവനായരുടെയും ഇടയിൽ നിന്ന് വലിയൊരു കൂട്ടം ആളുകൾ ഈ നസറേയനായ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത് പോന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഹി വാസ് ബിലീവ്ഡ് ടു ബി ക്രൈസ്റ്റ്. അദ്ദേഹം യേശു ക്രിസ്തു ദൈവത്തിന്റെ ക്രിസ്തു മെഷിയ ആണെന്ന്
വിശ്വസിക്കപ്പെട്ടു വന്നു. ആൻഡ് വെൻ ബൈ ദി envy of our principal man, Pilate had condemned him to the cross. Yet notwithstanding, those who had loved him at first preserved. അതായത് നമ്മുടെ പ്രമാണപ്പെട്ട പുരുഷന്മാരുടെ അസൂയ നിമിത്തം എന്ന് പറഞ്ഞാൽ യഹൂദ പ്രമാണികളുടെ അസൂയ നിമിത്തം അവർ എന്ത് ചെയ്തു? പീലാത്തോസിന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ ക്രൂശിച്ച് കൊല്ലേണ്ടതിനായി വിധിക്കുകയും ചെയ്തു. എന്നിട്ടും അവനെ സ്നേഹിച്ച ആളുകൾ, ആദ്യം മുതലേ അവനെ പിന്തുടർന്ന ആളുകൾ അവനെ അന്ത്യത്തോളം പിന്തുടർന്നു. ഫോർ ഹി അപ്പിയർഡ് ടു ദം അലൈവ് ഓൺ ദ തേർഡ് ഡേ ആസ് ദി ഒറാക്കിൾസ് ഓഫ് ദി പ്രോഫറ്റ്സ് ഹാഡ് ഫോർടോൾഡ് മെനി ഓഫ് ദിസ് ആൻഡ് അതർ വണ്ടർഫുൾ തിങ്സ് കൺസേണിംഗ് ഹിം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ പ്രവാചകന്മാർ മുന്നെഴുതിയിട്ടുള്ള പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാർക്ക് പിന്നത്തേതിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിന്നത്തേതിൽ നിരവധി പ്രാവശ്യം പ്രത്യക്ഷനായി. എന്നിട്ട് അദ്ദേഹം പറയാണ് ആൻഡ് ദ സെക്ട് ഓഫ് ക്രിസ്ത്യൻസ് സോ നെയ്മഡ് ഫ്രം ഹിം ആർ നോട്ട് എക്സ്റ്റെൻഡ് അറ്റ് ദിസ് ഡേ. അതായത് AD 93 ഈ ഫ്ലേവിയസ് ജോസഫസ് ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്ന് പറയുന്ന ഈ ചരിത്ര പുസ്തകം എഴുതുമ്പോൾ AD 67 അദ്ദേഹം യഹൂദ സൈന്യത്തിന്റെ മിലിറ്ററി ജനറലായി യെരുശലേമിൽ രംഗപ്രവേശനം ചെയ്തത്. അതിനുശേഷമാണ് റോമൻ സൈന്യത്തിന് ഈ യഹൂദ സൈന്യം അടിയറവ് പറയേണ്ടതായി വന്നത്. അതിനുശേഷം വെസ്പേഷ്യനാണ് ഇദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുകയും ആ വെസ്പേഷ്യന്റെയും തീത്തോസിന്റെയും ഡൊമീഷ്യന്റെയും കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം അവിടെ ഫ്ലറീഷ് ചെയ്യപ്പെടുകയും ചെയ്തത്. ഇദ്ദേഹമാണ് റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ ചരിത്രം എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ അത് എഴുതുകയാണ്, ദ സെക്ട് ഓഫ് ക്രിസ്ത്യൻസ് സോ നെയ്മഡ് ഫ്രം ഹിം ആർ നോട്ട് എക്സ്റ്റെൻഡ് അറ്റ് ദിസ് ഡേ. AD 93 ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതുന്ന സമയത്തും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടായി വന്ന ക്രിസ്ത്യാനികളായ സമൂഹം ഇതുവരെയും നീങ്ങിപ്പോകാതെ നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം സാക്ഷിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്ര രേഖയായി വളരെ പ്രബലമായി നിലകൊള്ളുന്ന ഒരു രേഖയാണ് ഫ്ലേവിയസ് ജോസഫസിന്റെ ജൂവിഷ് ആന്റിക്വിറ്റീസിൽ 997 പേജിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ മഹത്തായ വിശദീകരണം. ഇതുപോലെ പല ചരിത്രരേഖകളും പൂർവകാല ചരിത്ര പരാമർശങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് അവന്റെ ചരിത്ര അസ്തിത്വം സംബന്ധിച്ച് ഉണ്ട്. ഈ ലോകത്തിലെ വിവിധ മതങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ അതാത് കാലങ്ങളിൽ ജനിച്ച് ജന്മം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ചരിത്രം എഴുതിയ ആളുകളാണെങ്കിൽ അവരെക്കാൾ ഒട്ടും മോശമല്ലാത്ത ഒരു ചരിത്ര സാധുത കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഫ്ലേവിയസ് ജോസഫസ് എഴുതിയിരിക്കുന്ന, അതായത് ക്രൈസ്തവ വിശ്വാസിയല്ലാത്ത അക്രൈസ്തവനായ ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കൊടിയ ശത്രുക്കളായ യഹൂദന്മാരുടെ ഭാഗവാക്കായ ഒരു ചരിത്രപുരുഷൻ എഴുതി വച്ചിരിക്കുന്ന ഈ രേഖകളെ യാതൊരു ചരിത്ര അന്വേഷകനും നിരാകരിക്കുവാൻ സാധിക്കുകയില്ല. ചരിത്രത്തെ സത്യസന്ധമായ വീക്ഷണത്തോടെ വീക്ഷിക്കുകയും അതിനെ അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തികൾക്കും ജോസഫസിന്റെ ഈ ചരിത്രരേഖകൾ ഏറ്റവും പ്രബലമായ ഒരു ചരിത്ര തെളിവായി യേശു ക്രിസ്തുവിന്റെ അസ്തിത്വം സംബന്ധിച്ച് ചരിത്രത്തിൽ നിലകൊള്ളുന്നു. അതിനെ നിരാകരിക്കുവാൻ ഇന്നുവരെയും ആരും തയ്യാറായിട്ടില്ല, ആരും ആക്ഷേപം ഉന്നയിച്ചിട്ടും ഇല്ല. ഞാനിതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരു പുരുഷൻ തന്നെയാണ്. ആ വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്ന ദൗത്യമാണ് സുവിശേഷകന്മാരായ ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അതുതന്നെയാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ച്, ചരിത്രത്തിൽ മനുഷ്യനായി ജീവിച്ച്, ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ചരിത്രത്തിന്റെ ഭാഗമായി നിലകൊണ്ട് ചരിത്രത്തെ BC എന്നും AD എന്നും 2 തുല്യകഷങ്ങളായി കീറിമുറിച്ച് ചരിത്രത്തിന്റെ നാഴികക്കല്ലായി ദീപസ്തംഭമായി ചരിത്രത്തിൽ നിലകൊള്ളുന്ന മാനവ ചരിത്രത്തിൽ തന്നെ പൊന്തിയോസ് പിലാത്തോസ് എന്ന് പറയുന്ന നാടുവാഴിയാൽ ശിക്ഷ വിധിക്കപ്പെട്ട കാൽവറിലെ ക്രൂശിലേക്ക് കരേറിപ്പോയി മരിച്ച് അടക്കപ്പെട്ട് അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തന്റെ അരിമശിഷ്യന്മാർക്കും 500-ലധികം ആളുകൾക്ക് ഗലീലയിലും
പല പ്രാവശ്യവും പ്രത്യക്ഷനായി 40 ദിവസങ്ങളുടെ നിരന്തര പ്രത്യക്ഷതയ്ക്ക് ശേഷം സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഞാൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ മാറ്റുലിയാണ് ഇന്ന് ലോകത്തിന്റെ ഇതര സ്ഥലങ്ങളിലായി നാം കേൾക്കുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം 1.5 വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഗംഭീരമായ നിലയിൽ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നു. ഒരുപക്ഷെങ്കിൽ അമേരിക്കയുടെ പങ്കാളിത്തവും വരും ദിവസങ്ങളിൽ ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദൂര ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ 2 ചേരിയിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തോട് ബന്ധത്തിൽ ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നാം അവിടെയോടെയായി വാർത്താ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് കാണുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ അന്ത്യകാലത്ത് ഇസ്രായേലിനെ ലോകത്തിലെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായി വയ്ക്കും. അവനെ ചുമക്കുന്നവരെല്ലാവരും മുറിവേൽക്കും. അതിനുള്ള സമയം സമാഗതമായി വരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ സമയം നാം ചിന്തിച്ചതിനേക്കാൾ, നാം നനച്ചതിനേക്കാൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ആകയാൽ ഈ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായി ലോകത്തിൽ രംഗപ്രവേശം ചെയ്യുവാൻ, തന്റെ രാജ്യത്വം ഏറ്റെടുക്കുവാനുള്ള സമയത്തിന്റെ മണിനാദം, മണിമുഴക്കം നാം കേട്ടുതുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ രാജാവിനെ എതിരേൽപ്പാൻ നിങ്ങൾ ഇന്നുവരെയും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെയും ഹൃദയങ്ങളെയും നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവല്ലെ ക്രോശിൽ ചോര ചിന്തി മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേറ്റ ഈ കർത്താവായ യേശു ക്രിസ്തു സമർപ്പിച്ച് നിങ്ങളുടെ ഭാവി അത് ഭാസുരമാക്കി തീർക്കുവാൻ ദൈവനാമത്തിൽ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ക്രിസ്തുയേശു ചരിത്ര പുരുഷനാണ്, ചരിത്രത്തിൽ അവതരിച്ചവനാണ്, ചരിത്രത്തിൽ ജീവിച്ചവനാണ്, ചരിത്രത്തിൽ മരിച്ചവനാണ്, ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റവനാണ്, ചരിത്രത്തിൽ സ്വർഗാരോഹണം ചെയ്തവനാണ്. അവൻ ഇനിയും ഭൂമിയിലേക്ക് രാജാതിരാജാവും കർത്താതി കർത്താവുമായി വരുവാൻ പോകുന്നവനാണ്. രാജാവിനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങുക. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട് സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. ഗോഡ് ബ്ലസ് യു.